പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നുമല്ല കേട്ടോ. കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ വന്നത്. അപ്പം നമ്മൾ ലീവ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം ആകാൻ പോകുന്നു. ഇപ്പോൾ ഉടനെ 2 വർഷമാകും. അപ്പോൾ ഈ ഒരു കാലയളവിൽ നമ്മൾ ഭീമനടിയിലുള്ള കുറേ നല്ല ആൾക്കാരും അതുപോലെ പ്ലാച്ചിക്കര, വെള്ളരിക്കുണ്ട് പന്നിത്തടം, പിന്നെ പൊങ്ങഞ്ചാൽ, നാട്ടക്കല്ല്, മാലം, പറമ്പ, അങ്ങനെ കൊന്നക്കാട് എന്നൊക്കെ ഒരുപാട് നല്ല നല്ല കസ്റ്റമറുകൾ നമുക്കുണ്ട്. ഇപ്പുറത്തേക്കുണ്ട് ചിറ്റാരിക്കാല്, എളേരിത്തട്ട്, മറക്കലക്കാട്, അതുപോലെ നമ്മുടെ കുന്നംകൈയും അതുപോലെ തന്നെ പരപ്പച്ചാൽ, ജീരകപ്പാറ, ചെന്നടുക്കം, താലോലപ്പോയിൽ, അതുപോലെ കുറുക്കൂട്ടിപ്പോയിൽ, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽപ്പെട്ട ഒരുപാട് നല്ല സുഹൃത്തുക്കളും നല്ല കസ്റ്റമറുകളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ, ഞാനൊരു കണ്ണൂർ ജില്ലക്കാരനായിട്ടും നമുക്കിവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ തന്ന സപ്പോർട്ട് വളരെയധികം വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ ചെറിയൊരു നമ്മുടെ സുഹൃത്തുക്കളോ പരിചയക്കാരോ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭീമനടിയിലെയും മറ്റ് ഈ പറഞ്ഞ നാട്ടിലെയും പേര് പറയാത്ത നാട്ടുകാരൊക്കെ നമ്മൾ കാണിച്ചു തന്നു വളരെ സ്നേഹമായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ പല ആൾക്കാർ നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് സപ്പോർട്ട് തരുന്നവരുണ്ട്. നമ്മുടെ ചെറിയ സംഭവത്തിൻ്റെ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇതൊന്നും നോക്കൂല. ഒരു കൂട്ടുകാരൻ്റെ സംരംഭമാണെങ്കിൽ പോലും അതിൽ ഒരു 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 ചെറിയൊരു സപ്പോർട്ട് പോലും കൊടുക്കാതെ, എന്നാൽ നേരെ മറിച്ച് ഫിലിം സ്റ്റാറിൻ്റെയോ പുതിയ സിനിമകൾ വരുമ്പോഴോ ഒക്കെ അവരെയൊക്കെ ബർത്ത്ഡേ വിഷസ് സ്റ്റാറ്റസൊക്കെ ഇടും, ഷെയർ ചെയ്യും. ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളെപ്പോലത്തെയോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം മറക്കും ചിലപ്പോൾ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒരു സുഹൃത്ത് രാകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പാടിയോട്ടിൽ, കണ്ണൂർ ജില്ലയിലെ പാടിയോട്ടിൽ വയക്കര സുരഭി ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വരുന്ന ആഴ്ച ഒരു ചെറിയൊരു തട്ടുകട സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പയ്യന്നൂർ പോകുന്നവർ, കണ്ണൂർ പോകുന്നവർ, പയ്യന്നൂർ റൂട്ടിലൊക്കെ പോകുന്നവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും അവൻ്റെ കടയിലേക്ക് അറിയില്ല. അടുത്ത ആഴ്ചയാണ്, അതായത് ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, അടുത്ത ആഴ്ചയാണ് എൻ്റെ ഉദ്ഘാടനം വരുന്നത്. അപ്പോൾ പോകുമ്പോൾ സുരഭി ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ചെറിയ തട്ടുകടയും സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ ഒന്ന് പോകുമ്പോൾ അവിടെ കയറുക. വൈകുന്നേരം 3 മണി തൊട്ട് രാത്രി 1 മണി വരെ, 1 മണി വരെ ഉണ്ടാവും. രാത്രി 1 മണി വരെ ഉണ്ടാവും അവൻ്റെ ചെറിയൊരു സെറ്റപ്പ്. അപ്പോൾ എന്നെപ്പോലെ ഉള്ളൊരു സാധാരണക്കാരനൊരു പരിപാടി തുടങ്ങുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന ചെറിയ സപ്പോർട്ടുകൾ ഉണ്ടാവുക. പിന്നെ ഒലീവിനോടും കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും 1000 നന്ദി ആദ്യമേ പറയുന്നുണ്ട്. നമുക്കതിനൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ഓണത്തിന് നമ്മുടെ ഒരു സംഭവം അവർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നിങ്ങൾ എന്നെ അറിയുന്നവരാരെങ്കിലും പയ്യന്നൂരിൽ നിന്ന്, ചെറുപുഴയിൽ നിന്ന് പയ്യന്നൂരോട്ട് പോകുമ്പോൾ അടുത്ത ആഴ്ചയാണ്, ഞാൻ ഇന്ന് അഡ്വാൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ രുചിയിടം എന്നാണ് അതിൻ്റെ പേര് കേട്ടോ, നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഓൾ ദി ബെസ്റ്റ് പറയുന്നതിനോട്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.